ഹായ്, നമ്മൾ കുറച്ച് IBPS ക്ലർക്ക് മെയിൻസിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു എഴുതുന്നത്. മുമ്പ് നമ്മൾ കുറച്ച് ഗ്രാഫ് ക്വസ്റ്റ്യൻ ചെയ്തു. ഇനി കുറച്ച് 1 വേർഡ് ക്വസ്റ്റ്യൻസ് എക്സാമിന് സാധാരണഗതിയിൽ ചോദിച്ച് കാണാറുള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം. അതിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്, പിന്നെ കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ജസ്റ്റ് എളുപ്പ വഴികൾ, അതിന്റെ ട്രിക്കുകൾ മാത്രമേ ഞാൻ പറഞ്ഞു തരുന്നുള്ളൂ. അതിന്റെ എക്സ്പ്ലനേഷനൊക്കെ നമ്മൾ സാധാരണ ഇനി ക്ലാസ്സിൽ വരുമ്പോഴൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിപ്പം എക്സാമിന് വേണ്ടിയിട്ടായതുകൊണ്ട് ജസ്റ്റ് അതിന്റെ ഇക്വേഷൻസോ എളുപ്പ വഴികളോ ഷോർട്ട് കട്ട് മെത്തേഡുകൾ മാത്രം ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞങ്ങ് പോകുന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതിൽ നിന്ന് നമുക്ക് വലിയ വലിയ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. സാധാരണ ഇതിൽ എക്സാമിന് അധികം ചോദിക്കത്തില്ല, എന്നാലും if the distance between Goa and Delhi is 750 km, a person goes at a speed of 60 km per hour and returns the speed of 40 km per hour. Find the average speed. നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസും അറിയാം, 2 സ്പീഡും അറിയാം, S1 അറിയാം, S2 അറിയാം. എങ്കിൽ നമുക്ക് ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ സെയിം ഡിസ്റ്റൻസ് തന്നെയാണ് ഈ 2 സ്പീഡും സഞ്ചരിച്ചതെങ്കിൽ അതിന്റെ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2S1 S2 divided by S1 plus S2, അല്ലെ 2xy by x plus y എന്നുള്ള ഇക്വേഷൻ നമുക്കറിയാം. 2xy by x plus y എന്ന് പറഞ്ഞ ഇക്വേഷൻ. അപ്പൊ അത് വെച്ച് നോക്കുക, അതിന്റെ ആൻസർ എത്ര കിട്ടും? 2 into x plus y, 2 into 60 into 40 divided by 60 plus 40 100. 2 0 ക്യാൻസൽ ആയിപ്പോയി. എത്ര കിട്ടും? 48 km/h ആയിരിക്കും ഇതിന്റെ ആവറേജ് സ്പീഡ്. ഇങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാം. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാത്ത വേറൊരു കാര്യമുണ്ട്. വളരെ സിമ്പിൾ ആണെങ്കിൽ പോലും നമ്മൾ അധികം കണ്ടിട്ടില്ലാത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണിത്. ഇഫ് ദ സ്പീഡ് ഓഫ് എ ബസ് ഈസ് 30 km/h ഫോർ ദി 90 km, ഒരു 30 km/h പോയി എത്ര ദൂരം? ഒരു 90 km. പിന്നീട് 35 km/h പോയി എത്ര കിലോമീറ്റർ? 70 km. പക്ഷെ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമുക്ക് സ്പീഡ് 1ഉം സ്പീഡ് 2 ഉണ്ട്. 30 km/h ഉണ്ട്, ഒരു 35 km/h ഉണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് 2xy by x plus y എടുക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചേ. കാരണം എന്താ? ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്താണ്? സെയിം അല്ല, 2 ഡിസ്റ്റൻസ് ഡിഫറെന്റ് അല്ലേ? ആദ്യത്തെ 90 km 30 km/hലും ബാക്കിയുള്ള 70 km 35 km/hലാണ് പോയത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആവറേജ് ഡിസ്റ്റൻസ് അല്ല കേട്ടോ, ആവറേജ് സ്പീഡാണ്. ആവറേജ് സ്പീഡ് എത്രയായിരിക്കും? ആവറേജ് സ്പീഡ് എത്രയായിരിക്കും? ഇവിടെ നമ്മൾ എടുക്കേണ്ടത് ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം അങ്ങ് എടുത്താൽ മതി. നമുക്കറിയാം സ്പീഡിന്റെ ഇക്വേഷൻ എത്രയാണെന്ന്. ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു, ഇതാണ് ഇതിന്റെ ബേസിക് ഇക്വേഷൻ. കുറച്ച് പേർക്ക് അറിയത്തില്ലായിരിക്കാം, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ വെച്ചാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം എടുത്താൽ മതി. ഇപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്ക് നോക്കാം. നമുക്കറിയാം, നോക്കിയാൽ തന്നെ അറിയാം ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്. 90 km ഉണ്ട്, പിന്നെ 70 km ഉണ്ട്. എത്ര കിട്ടി? 160 km കിട്ടി ടോട്ടൽ ഡിസ്റ്റൻസ്. ഇനി ടോട്ടൽ ടൈം കണ്ടുപിടിക്കണം. ഈ ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടും? ഇവിടെ ആകെപ്പാട് നമുക്ക് എന്തേ അറിയുള്ളൂ? ഒരു 35 km/h, ഒരു 30 km/h ഒക്കെ അല്ലേ അറിയത്തുള്ളൂ. അപ്പൊ ഈ 30 km/h ടൈം ആക്കിയാൽ എങ്ങനെ കിട്ടും? നോക്കിയേ, ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടൈം കിട്ടും. ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ ടൈം കിട്ടും. അപ്പൊ 90 km 30 km/h പോയി. അങ്ങനെയാണെങ്കിൽ എത്ര സമയം കൊണ്ട് അവിടെ എത്തി? എത്രയാ? ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അവിടുത്തെ ടൈം കിട്ടില്ലേ? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ചെയ്താൽ നമുക്ക് ടൈം കിട്ടത്തില്ലേ? അതുപോലെ രണ്ടാമത്തെ ഇവിടുത്തെയും ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ചെയ്യുന്നു. 70 km 35 km/h പോയി. 70 by 35 എത്രയായിരിക്കും? 1 മണിക്കൂറിൽ 30 km എന്ന നിരക്കിൽ 90 km സഞ്ചരിക്കാൻ എത്ര മണിക്കൂർ വേണ്ടി വരും? 3 മണിക്കൂർ വേണ്ടി വരും അല്ലേ? 90/3 3 മണിക്കൂർ. ഇയാൾ 1 മണിക്കൂറിൽ 35 km സഞ്ചരിക്കും. അങ്ങനെ അയാൾ എത്ര കിലോമീറ്റർ സഞ്ചരിച്ചു? 70 km സഞ്ചരിച്ചു. എത്ര മണിക്കൂർ വേണ്ടി വരും? 2 മണിക്കൂർ എടുത്താൽ ഇവിടെ നമുക്ക് 70 km എത്താം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ടോട്ടൽ എത്ര കിട്ടും? 160 by ഇവിടെ എത്ര കിട്ടും? 3 + 2 എന്ന് കിട്ടും. ഇവിടെ 90/30 3 കിട്ടും. 70/35 എത്ര കിട്ടും? 2 കിട്ടും. അപ്പൊ 3 + 2 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 160/5 എന്ന് കിട്ടും. 160/5 ആയിരിക്കും ആൻസർ. അപ്പൊ എത്ര കിട്ടും? 3 5s are 15, 10, 2 5s are 10. 32 km/h ആയിരിക്കും ഇതിന്റെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ ഇതുപോലുള്ള ക്വസ്റ്റ്യൻ കണ്ടാൽ നമ്മൾ വെറുതെ എളുപ്പ വഴി ഇതാണ് നമുക്കതറിയാന്ന് പറഞ്ഞാൽ സ്പീഡ് 1 സ്പീഡ് 2 ഉണ്ടെങ്കിൽ 2sy by x plus y എന്ന് പറഞ്ഞാൽ എടുക്കരുത്. കാരണം ഡിഫറൻസ് ഡിസ്റ്റൻസ് ആണെങ്കിൽ ആ രീതിയിൽ തന്നെ എടുക്കണം. എന്ത്? ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം എന്ന് പറയുന്നത്. ഇത് ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാം, എങ്കിലും അറിയാത്തവർക്ക് ഓർമ്മപ്പെടുത്തലൂടെ പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തൊരു ക്വസ്റ്റ്യൻ സാധാരണ എക്സാമിനൊക്കെ ചോദിച്ച് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇതിങ്ങനെയാണ് ക്വസ്റ്റ്യൻ. എ ബസ് റണ്ണിങ് ഓൺ എ റോഡ് വിത്തൗട്ട് എനി സ്റ്റോപ്പേജ് അറ്റ് ആൻ ആവറേജ് സ്പീഡ് ഓഫ് 100 km/h and it covers the same distance with the stoppage at an average speed of 80 km/h.
ഹൗ മെനി മിനിറ്റ്സ് പെർ അവർ ഡസ് ദ ബസ് സ്റ്റോപ്പ്? ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലായോ? അതായത് ഒരു ബസ് ഏതോ ഒരു പോയിന്റിൽ നിന്നും ഏതോ ഒരു പോയിന്റിലേക്ക് പോയി. അത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എങ്ങും നിർത്താതെയാണ് പോകുന്നതെങ്കിൽ ഇത് ഒരു 100 km/h സഞ്ചരിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഈ ബസ് ഇടയ്ക്കിടയ്ക്കൊക്കെ കുറച്ചു നേരം നിർത്തിയിട്ടു, വീണ്ടും അടുത്തടുത്ത് പോയി കുറച്ചു നേരം നിർത്തിയിട്ടു, പിന്നെയും കുറച്ചു നേരം നിർത്തിയിട്ടു, പിന്നെയും കുറച്ചു നേരം നിർത്തിയിട്ടു, ഇങ്ങനെയൊക്കെയാണ് അങ്ങനെ എത്തിയത്. അങ്ങനെ നോക്കിയപ്പോൾ ഈ രണ്ടാമത്തെ ജേണിയുടെ ആവറേജ് സ്പീഡ് നോക്കിയപ്പോൾ അവർക്ക് എത്രയേ കിട്ടിയുള്ളൂ? 80 km/h കിട്ടിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇത് പക്ഷെ സഞ്ചരിക്കുന്ന എന്ന് വെച്ചാൽ ഇത് ട്രാവൽ ചെയ്യുന്ന സ്പീഡ് എപ്പോഴും സെയിമാണ്. ട്രാവൽ ചെയ്യുന്ന സ്പീഡ് എപ്പോഴും എത്രയാണ്? 100 km ആ ഒരു റേഞ്ചിൽ തന്നെ പോകുന്നത്. പക്ഷേ ഇടയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇടയ്ക്ക് ഹാൾട്ട് ചെയ്തുകൊണ്ടാണ്, ഇടയ്ക്ക് നിർത്തി ഇടുന്നതുകൊണ്ടാണ് അതിൻ്റെ ആവറേജ് സ്പീഡ് നോക്കിയപ്പോൾ എത്ര കിട്ടിയത്? 80 km/h ആയത്. അങ്ങനെയാണെങ്കിൽ എത്ര മിനിറ്റ് ഈ ബസ് സ്റ്റോപ്പ് ചെയ്ത്, അതിൻ്റെ സ്റ്റോപ്പേജ് ടൈം നമുക്ക് വേണ്ടത്. സ്റ്റോപ്പേജ് ടൈം എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. സ്റ്റോപ്പേജ് ടൈം കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ പറയാം. ഡിഫറൻസ് ഓഫ് സ്പീഡ് ഡിവൈഡ് ബൈ സ്പീഡ് വിത്തൗട്ട് സ്റ്റോപ്പേജ്. ഡിഫറൻസ് ഓഫ് സ്പീഡ് ഡിവൈഡ് ബൈ സ്പീഡ് വിത്തൗട്ട് സ്റ്റോപ്പേജ്. ജസ്റ്റ് ഈ ഒരു ഇക്വേഷൻ ഓർത്തിരുന്നാൽ നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് എന്തോ പോലൊക്കെ തോന്നും. എങ്ങനെയൊക്കെയോ ഡിസ്റ്റൻസ് ടൈമൊക്കെ ഇട്ട് ചെയ്യണം, അല്ലെങ്കിൽ ടൈം കണ്ടില്ലല്ലോ, ഡിസ്റ്റൻസ് ഇല്ലല്ലോ, പിന്നെ എങ്ങനെ ചെയ്യുന്നൊക്കെ ഡൗട്ട് വരും. പിന്നെ നമ്മൾ അസ്യൂം ചെയ്യാൻ നിൽക്കണം, വലിയ വലിയ സ്റ്റെപ്പൊക്കെ ചെയ്യണം. പക്ഷേ ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ സ്റ്റോപ്പേജ് ടൈമാണ് വേണ്ടത്. ടൈം ഏത് നിർത്തിയിട്ട ടൈം, എത്ര മിനിറ്റ് നിർത്തിയിട്ടു എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ ഈസി ആയിട്ട് ഈ ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ കിട്ടും. എന്തായിരുന്നു? ഡിഫറൻസ് ഓഫ് സ്പീഡ് ഡിവൈഡ് ബൈ സ്പീഡ് വിത്തൗട്ട് സ്റ്റോപ്പേജ്. ഡിഫറൻസ് ഓഫ് സ്പീഡ് എന്ന് പറഞ്ഞാൽ നോക്കി, ആദ്യം 100 ആയിരുന്നു, പിന്നെ 80 ആയിരുന്നു. ആദ്യം 100 ആയിരുന്നു, പിന്നെ 80 ആയിരുന്നു. ഡിഫറൻസ് ഓഫ് സ്പീഡ് എത്രയാ? 20 ഡിവൈഡ് ബൈ സ്പീഡ് വിത്തൗട്ട് സ്റ്റോപ്പേജ്. സ്റ്റോപ്പേജ് ഇല്ലാത്ത സ്പീഡ് എത്രയാ? 100. അപ്പൊ എത്ര കിട്ടും? 20/100 1/5 എന്ന് കിട്ടും. ഈ 1/5 എന്ന് വെച്ചാൽ എത്രയാ? നമുക്ക് മണിക്കൂറല്ലേ കിട്ടുന്നത്. അതിന് മിനിറ്റ് ആക്കാൻ വേണ്ടി ഇൻറ്റു എന്ത് ചെയ്യണം? 60 ചെയ്യണം. 60/5 എത്ര കിട്ടും? 12 മിനിറ്റ് ആയിരിക്കും എന്ത് ഇതിന്റെ സ്റ്റോപ്പേജ് ടൈം. നമുക്ക് കിട്ടുന്ന ആൻസർ എന്തിലായിരിക്കും? ക്വസ്റ്റ്യൻ എല്ലാം km/h ആയതുകൊണ്ട് ആൻസർ കിട്ടുന്നത് അവറിലായിരിക്കും. അവറിനെ മിനിറ്റ് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഒരു 60 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. നമുക്ക് എത്ര കിട്ടും? 12 മിനിറ്റ് ആയിരിക്കും ഇതിന്റെ എന്ത് ഹാൾട്ടിംഗ് ടൈം, അതായത് സ്റ്റോപ്പേജ് ടൈം. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇങ്ങനെ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ കൂടി നമുക്ക് നമ്മളൊക്കെ ചെയ്യുന്ന വേറൊരു മെത്തേഡുണ്ട്. സാധാരണ ക്ലാസ്സിലൊക്കെ ചെയ്തു തരാറുള്ള ഒരു മെത്തേഡുണ്ട്. സാധാ ഇതുപോലത്തെ ഏത് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയായിരുന്നു? ഈ 100 km/h എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് മനസ്സിലാക്കേണ്ടത് 60 മിനിറ്റ് കൊണ്ട് അത് എത്ര ദൂരം സഞ്ചരിക്കും? 100 കിലോമീറ്റർ സഞ്ചരിക്കും. അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ട്രാവൽ ചെയ്യുമ്പോൾ, അത് ആ ബസ് സഞ്ചരിക്കുമ്പോൾ അത് 60 മിനിറ്റ് കൊണ്ട് 100 കിലോമീറ്റർ സഞ്ചരിക്കും. പക്ഷെ രണ്ടാമത്തെ 80 km/h എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതേ ബസ്സിന് 80 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര മിനിറ്റ് വേണ്ടി വരും, അല്ലെങ്കിൽ എത്ര സമയം വേണ്ടി വരും എന്ന് കണ്ടുപിടിച്ചാൽ പോരെ. കാരണം ഈ ബസ്സിന്റെ സ്പീഡ്, ട്രാവലിംഗ് സ്പീഡ് ഇവിടെ കോൺസ്റ്റന്റ് ആണ്. ഈ ഒരു ബസ്സിന്റെ ട്രാവലിംഗ് സ്പീഡ് എപ്പോഴും എന്തായിരിക്കും? 100 km/h തന്നെയായിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം എന്താ? ഇവിടെ 80 km/h ആയതിന്റെ കാര്യം എന്താ? ഇടയ്ക്ക് നിർത്തിയിട്ടത് കൊണ്ടാണ് അതിന്റെ സ്പീഡ് എന്തായത്? 80 km/h ആയത്. എങ്കിൽ 80 km/h സഞ്ചരിക്കാൻ എത്ര മിനിറ്റ് വേണം നോക്കിയാൽ പോരെ. ക്രോസ് മൾട്ടിപ്പിൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? ഈ എക്സ് വാല്യൂ കിട്ടും. എത്ര കിട്ടും? 6×8 = 4800/100. ആൻസർ എത്ര കിട്ടും? 48 മിനിറ്റ് എന്ന് കിട്ടും. അതായത് ഇത് 48 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യും? 80 കിലോമീറ്റർ സഞ്ചരിക്കും. അപ്പൊ 48 മിനിറ്റ് കൊണ്ട് 80 കിലോമീറ്റർ സഞ്ചരിക്കുമെങ്കിൽ ബാക്കിയുള്ള സമയം അയാൾ എന്ത് ചെയ്തു? ബാക്കിയുള്ള സമയം അയാൾ നിർത്തിയിട്ടു, സ്റ്റോപ്പ് ചെയ്തു. കാരണം ട്രാവൽ ചെയ്ത സമയമാണ് 48 മിനിറ്റ്. എങ്കിൽ സ്റ്റോപ്പേജ് ടൈം എന്ന് പറഞ്ഞാൽ, നമുക്ക് സ്റ്റോപ്പേജ് ടൈം അല്ലേ വേണ്ടത്? സ്റ്റോപ്പേജ് ടൈം എന്ന് പറഞ്ഞാൽ മൊത്തം എത്ര മിനിറ്റ് ഉണ്ടായിരുന്നു? 60 മിനിറ്റ് ഉണ്ടായിരുന്നു. അതിൽ 48 കുറച്ചു. 60 - 48 എത്ര കിട്ടും? 12 മിനിറ്റ് ആയിരിക്കും അതിന്റെ എന്ത്? സ്റ്റോപ്പേജ് ടൈം. നിങ്ങൾക്ക് ഈ കാര്യം രണ്ട് രീതിയിലും, രണ്ട് മെത്തേഡിലും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ എന്തായിരുന്നു? ആദ്യത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഡിഫറൻസ് ഓഫ് സ്പീഡ് ഡിവൈഡ് ബൈ സ്പീഡ് വിത്തൗട്ട് സ്റ്റോപ്പേജ്. അതായത് രണ്ട് സ്പീഡ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡിഫറൻസ് എടുക്കുക, ഡിവൈഡ് ബൈ സ്പീഡ് വിത്തൗട്ട് സ്റ്റോപ്പേജ്. ഏറ്റവും വലിയ സ്പീഡ് എടുക്കുക, അത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അതല്ലെങ്കിലും നമ്മൾ സാധാ മെത്തേഡിൽ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ടോട്ടൽ അയാൾ ട്രാവൽ ചെയ്യുന്ന സ്പീഡ് എത്രയായിരിക്കും? 100 km/h ആണെങ്കിൽ അത് 80 km/h ആവാൻ, ആ രീതിയിലേക്ക് ആവണമെങ്കിൽ ഏത് മിനിറ്റ് സഞ്ചരിക്കണം, ഏത് ഇതിൽ സഞ്ചരിക്കണം നോക്കിയാൽ മതി. ആ രണ്ട് രീതിയിൽ നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ ആൻസർ കിട്ടും. ഇനി അടുത്ത നോക്കാം.
എ സ്പീഡ് ഓഫ് ട്രെയിൻ ഈസ് 54 km/h വിത്തൗട്ട് സ്റ്റോപ്പേജ് ആൻഡ് 45 km/h വിത്ത് സ്റ്റോപ്പേജ്. ഫൈൻഡ് ഫോർ ഹൗ മച്ച് ടൈം ഇൻ ആൻ അവർ ദ ട്രെയിൻ സ്റ്റോപ്സ്. ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, നിങ്ങൾക്ക് സ്വന്തമായിട്ടും ചെയ്യാൻ പറ്റും. നോക്കി, ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. നോക്കി, എന്തായിരുന്നു ഇവിടെ? ഒരു 54 km/h ഉണ്ടായിരുന്നു, ഒരു 45 km/h ഉണ്ടായിരുന്നു. ആദ്യത്തെ രീതിയിലാണെങ്കിൽ, ഫസ്റ്റ് നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിലാണെങ്കിൽ ഇതിന്റെ ഡിഫറൻസ് ഓഫ് സ്പീഡ് എത്രയാ? 9 കിട്ടും. 9 ഡിവൈഡ് ബൈ സ്പീഡ് വിത്തൗട്ട് സ്റ്റോപ്പേജ് എത്രയാ? 54. ആൻസറായി 9/54 എത്ര കിട്ടും? 1/6 എന്ന് കിട്ടും. 1/6 എന്ന് പറഞ്ഞാൽ ഇൻറ്റു 60 ചെയ്താൽ എത്ര മിനിറ്റ് കിട്ടും? കാരണം ഇത് മണിക്കൂറാണ്, മണിക്കൂറിനെ മിനിറ്റ് ആക്കാൻ ഇൻറ്റു 60 ചെയ്യുന്നു. എത്ര കിട്ടി? 10 മിനിറ്റ് എന്ന് കിട്ടും. വളരെ സിമ്പിളായിട്ട് കിട്ടും. ഇനി ഫൈൻഡ് ഹൗ മച്ച് ടൈം ഇൻ ആൻ അവർ. ഒരു മണിക്കൂറിൽ എത്ര നേരം ആ ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. നമ്മൾ ഒരു മണിക്കൂറിന്റെ കഥയാണ് എടുക്കുന്നത്. എത്ര കിട്ടി? 10 മിനിറ്റ് എന്ന് കിട്ടി. ഇനി ഇതേ കാര്യം നമ്മൾ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്താലും നിങ്ങൾക്ക് എന്തായിരിക്കും തന്നെ കിട്ടുന്നത്? ഈ 10 മിനിറ്റ് തന്നെ കിട്ടും. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 50 കിട്ടും. 60 - 10 50 ചെയ്യുമ്പോൾ നമുക്ക് 10 മിനിറ്റ്സ് കിട്ടും. മറ്റേ മെത്തേഡ് ചെയ്യുമ്പോൾ അതിൽ ഏത് മെത്തേഡ് ചെയ്താലും ഇത്രയും എളുപ്പമായിട്ടൊരു മെത്തേഡ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക കേട്ടോ. കാരണം വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ്, അധികം ആൾക്കാർക്കൊന്നും അറിയത്തില്ല. അപ്പോൾ സ്റ്റോപ്പേജ് ടൈം കണ്ടുപിടിക്കാൻ എപ്പോഴെങ്കിലും അത് ബസ്സിന്റെ കാര്യം ചോദിച്ചാലും ട്രെയിനിന്റെ കാര്യം ചോദിച്ചാലും ഇതിങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ ചോദിക്കും. അപ്പോൾ ഏത് രീതി ചോദിച്ചാലും സ്റ്റോപ്പേജ് ടൈം ആണെങ്കിൽ എന്തായിരുന്നു? ഡിഫറൻസ് ഓഫ് സ്പീഡ് ഡിവൈഡ് ബൈ സ്പീഡ് വിത്തൗട്ട് സ്റ്റോപ്പേജ്. ആ ഒറ്റ ഇക്വേഷൻ ഓർത്ത് വെച്ചിരുന്നാൽ മതി. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നോക്കി, സാധാരണ നമ്മൾ ക്ലാസ്സിലൊക്കെ ചെയ്യുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇത് എക്സാമിനൊക്കെ ചോദിച്ച് കാണാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ബൈ വാക്കിംഗ് 3/4 ഓഫ് യൂഷ്വൽ സ്പീഡ് എ പേഴ്സൺ ഈസ് ലേറ്റ് ബൈ 10 minutes. ഫൈൻഡ് ദ യൂഷ്വൽ ടൈം ടു കവർ ദി സെയിം ഡിസ്റ്റൻസ്. ഇവിടെ എന്തായിരുന്നു? ഒരാൾ സാധാരണഗതിയിൽ ഒരിടത്തു നിന്ന് ഒരിടത്തേക്ക് പോകുമായിരുന്നു, നടന്നു പോകുമായിരുന്നു. പക്ഷെ അയാൾ സാധാരണഗതിയിൽ പോകുന്ന സ്പീഡിനേക്കാൾ ഒരു 3/4 സ്പീഡ് കുറച്ച് കുറഞ്ഞു. അയാളുടെ സ്പീഡ് കുറച്ച് കുറച്ചാണ് പോയത്. അങ്ങനെ പോയപ്പോൾ ആക്ച്വലി എത്തുന്ന ടൈമിനേക്കാൾ ഒരു 10 മിനിറ്റും കൂടി അയാൾക്ക് എക്സ്ട്രാ എടുത്തു അങ്ങെത്താൻ. കാരണം എന്താ? അയാൾ ആക്ച്വൽ സ്പീഡിനേക്കാൾ ഒരു 3/4 സ്പീഡ് അയാൾ ഉപയോഗിച്ചുള്ളൂ. അപ്പം അങ്ങനെ പോയപ്പോൾ നേരത്തെ 100 km/h ആണെങ്കിൽ ഇപ്പോൾ എത്രയായിരിക്കും? 75 km/h ആയിരിക്കും. എന്നുവെച്ചാൽ അതിൻ്റെ 3/4 ടോട്ടൽ സ്പീഡിന്റെ 3/4 അയാൾ ട്രാവൽ ചെയ്യുന്നത്. അങ്ങനെ പോയപ്പോൾ ആക്ച്വൽ എത്തുന്ന ടൈമിനേക്കാൾ ഒരു 10 മിനിറ്റും കൂടി അധികം എടുത്തു അയക്കുക. കാരണം സ്പീഡ് കുറച്ചു. അങ്ങനെയാണെങ്കിൽ അയാളുടെ എന്താ കണ്ടുപിടിക്കുക? ഫൈൻഡ് ദ യൂഷ്വൽ ടൈം. അയാൾ സാധാരണഗതിയിൽ അവിടെ എത്തുന്ന ടൈം എന്തായിരുന്നു എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷനൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ഞാൻ എൻ്റെ എക്സ്പ്ലനേഷൻ ഒന്നും കറക്റ്റായിട്ട് പറയുന്നില്ല. കാരണം ഇത് ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ചെയ്യിപ്പിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഓർമ്മ നിൽക്കാൻ വേണ്ടി മാത്രം. ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോൾ x/1 - x ഇൻറ്റു 60 ചെയ്താൽ, അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ മാത്രം x/1 - x ഇത് മാത്രം ഓർത്തുന്നത് x/1 - x ഇൻറ്റു 60 ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇതിന് ആൻസർ കിട്ടും. x/1 - x ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇതിന് ആൻസർ കിട്ടും. എങ്കിൽ സോൾവ് ചെയ്തൊക്കെ എക്സിന്റെ വാല്യൂ എന്താ ഇവിടെ? എക്സ് എന്ന് പറഞ്ഞാൽ ഈ 3/4 എന്ന് പറയുന്ന അതിന്റെ സ്പീഡിന്റെ ആ ഒരു പാർട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഈ എക്സ് എന്ന് പറയുന്നത്. എങ്കിലും സോൾവ് ചെയ്ത് നോക്കി എത്ര കിട്ടുമെന്ന്. ഇവിടെ ഈ ഇൻറ്റു 100 അല്ല കേട്ടോ, ഇൻറ്റു ഡിഫറൻസ് ഇൻ ടൈം. സോറി, ഈ ഒരു കാര്യം ശ്രദ്ധിച്ചേക്കുക. x/1 - x ഇൻറ്റു ഡിഫറൻസ് ഇൻ ടൈം. കാരണം ഇവിടെ 100 അല്ല, ഇവിടെ ടൈമിന് ഡിഫറൻസ് അല്ലേ നിൽക്കുന്നത്. ആ രീതിയിൽ അങ്ങ് നോക്കിയാൽ മതി. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും നോക്കിയേ. ഇവിടെ എക്സിന്റെ വാല്യൂ എത്രയാ? 3/4. 3/4 1 - 1/4 ഇൻറ്റു ഡിഫറൻസ് ഇൻ ടൈം എത്രയാ? 10 minutes. സോൾവ് ചെയ്യാം. 1/3/4 അല്ലേ? അപ്പൊ 4 - 3/4. 4 - 3 എത്രയാ? 1 കിട്ടും. 1/4 എന്ന് വെച്ചാൽ ഇവിടെ മൊത്തത്തിൽ ആൻസർ എത്ര കിട്ടും? 1/4 എന്ന് കിട്ടും. ഈ ഒരു 4 ക്യാൻസൽ ആയി പോകും. അപ്പൊ 3 × 10 ആൻസർ എത്ര കിട്ടും? 30 minutes ആൻസർ കിട്ടില്ലേ? അപ്പൊ ഇതേ രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിന് ആൻസർ കണ്ടുപിടിക്കുന്നത്. അയാളുടെ ആ ഒരു ഡിസ്റ്റൻസ് അയാൾ യൂഷ്വലി കവർ ചെയ്യുന്ന ടൈം, യൂഷ്വൽ ടൈം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? x/1 - x ഇൻറ്റു ഡിഫറൻസ് ഇൻ ടൈം ചെയ്ത് നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ഉറപ്പായിട്ട് പഠിച്ചിരിക്കണം. കാരണം നമ്മളിത് ക്ലാസ്സിലൊക്കെ ചെയ്യുന്ന ടൈപ്പ് ഒരു ക്വസ്റ്റിന്റെ ഇക്വേഷൻ ആണ്. ഇനി ഇതേ കാര്യം ഇവിടെ നോക്കി, ഇയാളത് 3/4 സഞ്ചരിച്ചപ്പോൾ അയാൾ 10 minutes ലേറ്റ് ആയെന്നല്ലേ പറയുന്നത്. അതേപോലെ വേറെ രീതി പറയാം, അയാളുടെ സ്പീഡ് കുറച്ച് കൂട്ടി. അപ്പൊ സ്വാഭാവികമായിട്ട് അയാൾ എന്തായിരിക്കും? കുറച്ച് നേരത്തെ എത്തത്തില്ലേ? അങ്ങനെയാണ് ക്വസ്റ്റ്യൻ തരുന്നതെങ്കിലോ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒഴിവാക്കാനും നിങ്ങൾക്ക് ഓർമ്മ നിൽക്കാനും വേണ്ടിയിട്ട് വേഗം ഒന്ന് പറയുന്നതേ ഉള്ളൂ. ബൈ വാക്കിംഗ് 5/4 ഓഫ് യൂഷ്വൽ സ്പീഡ് എ പേഴ്സൺ റീച്ചസ് 10 minutes early. ഫൈൻഡ് ദ യൂഷ്വൽ സ്പീഡ്. അങ്ങനെ ഈ കേസിലുള്ള യൂഷ്വൽ ടൈമാണ് കണ്ടുപിടിക്കണമെങ്കിൽ അയാൾ സാധാരണ ഇതിൽ എത്ര മിനിറ്റ് കൊണ്ട് എത്തുമായിരുന്നു ആ സ്ഥലത്ത് എന്നാണ് ചോദിക്കുന്നത്. ഈ സെയിം ഇക്വേഷൻ തന്നെ, പക്ഷേ x/x - 1 ഇൻറ്റു ഡിഫറൻസ് ഇൻ ടൈം.
ഇതായിരിക്കും ഇക്വേഷൻ. ഓർത്ത് വെച്ചേ, അയാൾ ലേറ്റ് ആവുകയാണ് വരുന്നതെങ്കിൽ അതെന്തായിരിക്കും? x/1 - അത് നിങ്ങൾ കാണാൻ പഠിക്കൊന്നും വേണ്ട. കാരണം എന്താ? ലേറ്റ് ആയി കഴിഞ്ഞാൽ ഈ ഫ്രാക്ഷൻ ഒന്നിനേക്കാൾ ചെറുതായിരിക്കും അല്ലേ? ലേറ്റ് ആയി കഴിഞ്ഞാൽ സ്പീഡ് ഒന്നിനേക്കാൾ കുറവായിരിക്കത്തില്ലേ? സ്പീഡ് കുറയുമ്പോഴല്ലേ ലേറ്റ് ആയി പോകുന്നത്. അപ്പോൾ സ്പീഡ് കുറയുമ്പോൾ ഉറപ്പായിട്ട് അത് ഒന്നിൽ നിന്ന് ആ ഫ്രാക്ഷൻ കുറയ്ക്കണം. 1 - 3/4 ചെയ്യാൻ പറ്റും. നമുക്ക് 1 - 3/4 ചെയ്യാൻ പറ്റത്തില്ലേ? എത്ര കിട്ടും? 4 - 3/4 1/4 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും അല്ലേ? പക്ഷെ ഇവിടെയാണെങ്കിലോ ഈ ഫ്രാക്ഷൻ ഒന്നിനേക്കാൾ വലുതാണ്. 5/4 എന്ന് വെച്ചാൽ ഒന്നിനേക്കാൾ വലുതല്ലേ? 4/4 + 1/4 അല്ലേ 5/4 എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒന്നിനേക്കാൾ വലിയ വാല്യൂ ആണ്. അപ്പോൾ ആ വാല്യൂന്ന് എന്ത് ചെയ്യണം? ഒന്ന് കുറയ്ക്കണം. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഓർത്താൽ മതി. അല്ലെ കാണാതെ പഠിക്കുകയൊന്നും വേണ്ട, ഡൗട്ട് അടിക്കുകയും വേണ്ട. അപ്പോൾ ഇത് സോൾവ് ചെയ്ത ആൻസർ എത്ര കിട്ടും? x എന്ന് വെച്ചാൽ എത്രയായിരുന്നു? 5/4 - 1 ഇൻറ്റു ഡിഫറൻസ് ഇൻ ടൈം 10. 5/4 - 1 എന്ന് വെച്ചാൽ എത്ര കിട്ടും? 5 - 4/4 എത്ര കിട്ടും? 1/4 എന്ന് കിട്ടും. ഈ 4ഉം 4ഉം ക്യാൻസൽ ആകും. 5 × 10 എത്ര കിട്ടും? 50 മിനിറ്റ് എന്ന് കിട്ടും. അയാൾ സാധാരണ ഇതിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന എത്ര മിനിറ്റ് ആയിരുന്നു? 50 മിനിറ്റ് ആയിരുന്നു. പക്ഷെ ഇന്ന് അയാൾ എത്ര മിനിറ്റ് എത്തി? 40 മിനിറ്റിൽ എത്തി. കാരണം എന്താ? 10 മിനിറ്റ്സ് ഏർലി അയാൾ റീച്ച് ചെയ്തു. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ ഇക്വേഷനൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഈ യൂഷ്വൽ സ്പീഡിന്റെ പാർട്ട് തന്നാൽ അയാളുടെ സ്പീഡ് കുറച്ച് ഒരു 3/4 1/2 2/7 എത്ര ഒരു പാർട്ട് യൂഷ്വൽ സ്പീഡ് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്തപ്പോൾ അയാൾ അത് ആ എത്തേണ്ട സ്ഥലത്ത് എത്രയും മിനിറ്റ് കൂടുതൽ അല്ലെങ്കിൽ ലേറ്റായി എത്തി അല്ലെങ്കിൽ ഏർലി ആയിട്ട് എത്തി. ഈ രണ്ട് കേസ് ഞാൻ ഒരുമിച്ചിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതെ ഒന്ന് മനസ്സിൽ കറക്റ്റായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ രണ്ട് രീതിയിലായാലും എന്ത് ചെയ്യാൻ പറ്റും അയാൾക്ക്? ഈ പറയുന്ന ആ ഒരു ഡെസ്റ്റിനേഷൻ ഈ പറയുന്ന നിശ്ചിത ടൈമിൽ സാധാരണ രീതിയിൽ, ഇപ്പോഴത്തെ കാര്യമല്ല, യൂഷ്വലി ചെല്ലുന്ന ടൈം കണ്ടുപിടിക്കാൻ പറ്റും. എന്തായിരുന്നു? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ. ലേറ്റ് ആണെങ്കിൽ x/1 - x ഇൻറ്റു ഡിഫറൻസ് ഇൻ ടൈം. ഇനി ഏർലി ആണെങ്കിൽ x × x - 1 ഇൻറ്റു ഡിഫറൻസ് ഇൻ ടൈം. ഇത് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ശരി.